കേരളത്തിൽ മൺസൂൺ അതിശക്തമായി തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ വിഷയം ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വമാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പുതിയൊരു രാഷ്ട്രീയ പോരിനിറങ്ങുകയാണ് കേരളം. UDF-LDF പോര് എന്നതിലുപരി PV അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോരായിരിക്കും നിലമ്പൂരിൽ ഇക്കുറി അരങ്ങേറുക. ആരാവും നിലമ്പൂർ സ്ഥാനാർത്ഥി എന്നതിന് ഏറെക്കുറെ അയവ് വന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തിരിക്കെയാണ് ഈയൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നതാണ് രാഷ്ട്രീയ കേരളത്തെ ഈ മൺസൂണിലും ചൂട് പിടിപ്പിക്കുന്നത്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ MLA രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കം എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. 2 തവണ നിലമ്പൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന വിജയം നേടിയ PV അൻവർ ഇടതുമുന്നണിയുമായി ബന്ധമുപേക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെയാണ് MLA സ്ഥാനം രാജിവെച്ചത്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൊമ്പുകോർത്ത് പുറത്തുവന്ന PV അൻവർ UDF-നായി നിലമ്പൂരിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും. PV അൻവറിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കോൺഗ്രസ് ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. പ്രമുഖ നേതാക്കളെല്ലാം നിലമ്പൂരിലെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അടങ്ങുന്ന നേതൃനിര സമ്പൂർണമായി തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഉറപ്പാക്കും. ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പ് നൽകിയ അൻവർ പിന്നീട് മലക്കം മറിയുകയും ആര്യാടൻ ഷൗക്കത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. PV അൻവറിനെ കൂടെ കൂട്ടി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് CPM-ന് കനത്ത തിരിച്ചടി നൽകണമെന്ന തീരുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ അൻവറിനെ മെരുക്കാൻ മുസ്ലിം ലീഗിന്റെ സഹായമുണ്ടാകും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഉറപ്പുള്ള ഒരു സീറ്റാണ് PV അൻവറിന്റെ ആവശ്യം. അതോടൊപ്പം UDF-ൽ ചേർക്കുക എന്നതും ഉപാധിയാണ്. മലപ്പുറം ജില്ലയിൽ UDF സീറ്റുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റെ കയ്യിലായതിനാൽ അൻവറിന് സീറ്റ് കണ്ടെത്തേണ്ട ബാധ്യത മുസ്ലിം ലീഗിനാകുമെന്ന് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന ഭരണം പിടിക്കാനും പിണറായി വിരുദ്ധ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അൻവറിന്റെ സാന്നിധ്യം UDF-ന് ഗുണകരമാണെങ്കിലും കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷവും അദ്ദേഹത്തിനെതിരെ പ്രതികരണം നടത്തിയ അൻവറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒപ്പം കൂട്ടരുതെന്ന നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന PV അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റേണ്ടതില്ലെന്നായിരുന്നു KPCC-യുടെ തീരുമാനം. തുടർന്ന് ഷൗക്കത്തിന്റെ പേര് KPCC AICC-ക്ക് കൈമാറുകയായിരുന്നു. KPCC നേതൃത്വത്തിലുണ്ടായിരുന്ന മാറ്റമാണ് VS ജോയിക്ക് തിരിച്ചടിയായതെന്ന് വിലയിരുത്തപ്പെടുന്നു. VS ജോയിക്ക് ഇനിയും അവസരമുണ്ടെന്നും DCC അധ്യക്ഷനായ VS ജോയ് തിരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്നുമാണ് നടപ്പിലായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലമ്പൂരിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ UDF നേതൃയോഗം മണ്ഡലത്തിൽ ചേരുന്നുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായ തന്ത്രങ്ങൾ ഒരുക്കിയത് VD സതീശനാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന വിജയമാണ് UDF-നുണ്ടായത്. നിലമ്പൂർ പിടിച്ചെടുക്കാനായാൽ അത് VD സതീശന്റെ പ്രവർത്തനത്തിലെ നാഴികക്കല്ലാകും. ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായ നിലമ്പൂർ LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന ദൗത്യവുമായാണ് VD സതീശനും സംഘവും നിലമ്പൂരിലെത്തുക. പുതിയ KPCC നേതൃത്വത്തിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രധാന കടമ്പയാണ്. CPM-ഉമായുള്ള പോരാട്ടത്തിൽ ഒരിഞ്ചും വിട്ടുകൊടുക്കാത്ത നേതൃനിരയാണ് KPCC-യുടെ അമരത്തുള്ളത്. കണ്ണൂരിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചെത്തുന്ന സണ്ണി ജോസഫും CPM കോട്ടകളെ വിറപ്പിച്ച ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടൂർ പ്രകാശുമൊക്കെ ഇനി നിലമ്പൂർ പിടിച്ചെടുക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിറങ്ങും. PV അൻവറിനെ മെരുക്കിയെടുക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വമാണ് മുന്നിട്ടിറങ്ങുക. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ PV അൻവറിനെ UDF-ൽ എടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ അൻവറിന്റെ കാര്യത്തിൽ പ്രായോഗികമായ തീരുമാനമെടുക്കാൻ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളാണ് ശ്രമം തുടരുക. അൻവറിന്റെ ആവശ്യങ്ങളിൽ സമയവായമുണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ കടമ്പ UDF പിന്നിടും. VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തായിരിക്കും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക. UDF MP-മാരും MLA-മാരും കുടുംബയോഗങ്ങളിൽ വരെ പങ്കെടുത്ത് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ആദ്യം ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധരായ നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും വരുതിയിലാക്കി പ്രചാരണ രംഗത്ത് സജീവമാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുക. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്ന VS ജോയിയെ തന്നെ ഏകോപന ചുമതല നൽകി മുഴുവൻ സമയവും മണ്ഡലത്തിൽ സജീവമാക്കും. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അവലോകന യോഗങ്ങൾ ചേരും. സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചാരണ യുദ്ധം കൊഴുപ്പിക്കും. ബൂത്തുകളുടെ ചുമതല മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള DCC ബ്ലോക്ക് നേതാക്കൾക്കായിരിക്കും. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് എതിർപ്പാളയത്തെ ഞെട്ടിച്ചത്.
ഇത്തവണ അല്പം വൈകിയെങ്കിലും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണം തുടങ്ങാൻ കോൺഗ്രസിന് കഴിഞ്ഞു. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ എന്നായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടഞ്ഞു നിന്നിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ പിന്തുണച്ച് VS ജോയിയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് നമ്മൾ ജയിക്കുമെന്ന് ഷാഫി പറമ്പിലും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. VD സതീശനും സണ്ണി ജോസഫും അടൂർ പ്രകാശും അടങ്ങുന്ന നേതൃനിരയും ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും PC വിഷ്ണുനാഥും അടങ്ങുന്ന യുവനിരയും നിലമ്പൂരിനെ ഇളക്കിമറിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് UDF വിശ്വാസം. PV അൻവർ വിട്ടുപോയതോടെ നിലമ്പൂരിൽ LDF-നോ CPM-നോ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന വിശ്വാസവും കോൺഗ്രസിനും UDF-നും ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കണ്ടതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഉൾപ്പെടെ ചേർന്ന് BJP-യുടെ പിന്തുണയോടെ UDF സഖ്യമാണ് നിലമ്പൂരിൽ മത്സരിക്കുമെന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആലോചിച്ച് മിക്കവാറും 30-ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPIM-നെ സംബന്ധിച്ച് അൻവർ വലിയ പ്രശ്നമല്ല. ഇത്രയും കാലം MLA ആയി നമ്മൾ സ്വതന്ത്രനായി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഒരാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുമ്പോൾ ഒരു പാർട്ടി മെമ്പർ പോലും പാർട്ടി വിട്ടു പോയിട്ടില്ല. അതാണ് നിലമ്പൂരിന്റെ പ്രത്യേകത. നിലമ്പൂരിൽ അൻവർ എഫക്ട് ഉണ്ടാകുമെന്ന് മുമ്പും പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുക. ഈ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇന്നത്തേക്കാൾ ശക്തിയായി LDF വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.